റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിക്കാൻ ഏറെക്കുറെ സമയമായപ്പോഴേക്കും അമേരിക്കയുടെ കാര്യത്തിലും ഒരു തീരുമാനമായിരിക്കുകയാണ്. കാലുവാരൽ പാരമ്പര്യമായി കൈക്കൊള്ളുന്ന അമേരിക്കൻ ഭരണാധികാരികളുടെ തനി സ്വരൂപം പുറത്തെടുക്കാൻ നിലവിലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും മറന്നിരുന്നില്ല. അത്രയും കാലം യുക്രൈന്റെ കൂടെ നിന്നിരുന്ന അമേരിക്ക പെട്ടെന്നായിരുന്നു കാലുമാറി റഷ്യയുമായിട്ട് ബന്ധം സ്ഥാപിച്ചതും യുക്രൈനെ കൈയൊഴിഞ്ഞതും. റഷ്യയെ പോലെ ശക്തനായ ഒരു രാജ്യത്തെ പിണക്കിയാൽ ഉണ്ടാകുന്ന പ്രത്യാഘാതങ്ങൾ ഓർത്തിട്ടാണ് ട്രംപ് അങ്ങനെ ഒരു നടപടി സ്വീകരിച്ചത്. അതിനിടയിൽ കൂടി നിന്ന സഖ്യകക്ഷികളെല്ലാം തന്നെ ചൊടിപ്പിച്ച അമേരിക്കയെ പതിയെ രക്ഷക സ്ഥാനമെന്ന അമേരിക്കയുടെ മനോരാജ്യത്ത് നിന്നും പുറത്താക്കാനുള്ള പുറപ്പാടിലാണ് നാറ്റോ രാജ്യങ്ങളുള്ളത്. അടുത്ത 5 മുതൽ 10 വർഷത്തിനുള്ളിൽ തങ്ങളുടെ പ്രധാന പ്രതിരോധ ഗ്യാരണ്ടി ആയിട്ടുള്ള അമേരിക്കയെ ആ സ്ഥാനത്ത് നിന്നും ക്രമേണ മാറ്റി സ്ഥാപിക്കാനുള്ള പദ്ധതി നാറ്റോ അംഗങ്ങൾ തയ്യാറാക്കുകയാണെന്ന ഏറ്റവും പുതിയ വിവരമാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ബ്രിട്ടൻ, ഫ്രാൻസ്, ജർമ്മനി, നോർഡിക് രാജ്യങ്ങൾ എന്നിവർ ഇപ്പോൾ സൈനിക സാമ്പത്തിക സഹായങ്ങൾ പ്രദാനം ചെയ്യുന്ന അമേരിക്കയിൽ നിന്നും ആ പദവി മാറ്റി സ്ഥാപിക്കാനുള്ള നിർദ്ദേശത്തെക്കുറിച്ച് ചർച്ചകൾ നടത്തി വരികയാണെന്നും ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തു. ഈ ജൂണിൽ ഹേഗിൽ നടക്കുന്ന നാറ്റോയുടെ വാർഷിക ഉച്ചകോടിക്ക് മുൻപ് അമേരിക്കയ്ക്ക് മുന്നിൽ ഈ നിർണായക കാര്യം അവതരിപ്പിക്കുക എന്നതാണ് ആത്യന്തിക ലക്ഷ്യമെന്നും റിപ്പോർട്ട് പറയുന്നുണ്ട്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കീഴിൽ അമേരിക്കയ്ക്ക് പ്രതിരോധ പ്രതിബന്ധതകളിൽ നിന്ന് പിന്മാറുവാനോ അല്ലെങ്കിൽ കൂട്ടായ്മയിൽ നിന്നും പൂർണ്ണമായിട്ടും പുറത്തു പോകുവാനോ കഴിയുമെന്ന യൂറോപ്യൻ നാറ്റോ അംഗങ്ങൾക്കിടയിൽ വ്യാപകമായ ആശങ്കകൾ നിലനിൽക്കുന്നതാണ് ഈ ശ്രമം പ്രതിഫലിക്കുന്നത്. പ്രതിരോധ ചെലവ് വർദ്ധിപ്പിക്കുന്നതിനും സൈനിക ശേഷി വർദ്ധിപ്പിക്കുന്നതിനുമുള്ള യൂറോപ്യൻ യൂണിയൻ പ്രതിബദ്ധതകൾ പദ്ധതിയിൽ ഉൾപ്പെട്ടേക്കാം. അങ്ങനെയാണെങ്കിൽ ഈ ഭാരിച്ച ഉത്തരവാദിത്തങ്ങൾ ട്രംപ് ക്രമേണ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് കൈമാറുമെന്നത് സമ്മതിക്കും എന്ന് തന്നെയാണ് നാറ്റോയുടെ കണക്കുകൂട്ടൽ. ഇതോടെ അമേരിക്കക്ക് ഏഷ്യയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാനും കഴിയുമെന്നും യൂറോപ്യൻ രാജ്യങ്ങൾ കണക്കുകൂട്ടുകയാണ്. എന്നിരുന്നാലും ചില യൂറോപ്യൻ രാജ്യങ്ങൾ ചർച്ചകളെ പിന്തുണയ്ക്കാൻ മടി കാണിക്കുന്നതായിട്ടും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം ട്രംപ് ഭരണകൂടത്തിന്റെ പ്രവചനാതീതമായ സ്വഭാവം കണക്കിലെടുക്കുമ്പോൾ ഉത്തരവാദിത്തങ്ങളുടെ ഘടനാപരമായ കൈമാറ്റത്തിന് അമേരിക്ക സമ്മതിക്കുമോ എന്ന് ഒരു വിഭാഗം രാജ്യങ്ങളെങ്കിലും സംശയിക്കുന്നുണ്ട്. നാറ്റോ അംഗരാജ്യങ്ങൾ പ്രതിരോധ ചെലവ് GDPയുടെ 5% ഉയർത്തണമെന്നും ട്രംപ് ആവശ്യപ്പെട്ടിരുന്നു. സഖ്യകക്ഷികളുമായുള്ള അസന്തുലിതമായ ബന്ധം ഇനി അമേരിക്ക സഹിക്കില്ല എന്ന് അമേരിക്കൻ പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെഗ്സെറ്റ് പറഞ്ഞിരുന്നു. ഈ മാസം ആദ്യം യൂറോപ്യൻ കമ്മീഷൻ പ്രസിഡന്റ് ഉർസുല വോൺ ഡെൻ ലൈൻ ഒരു പ്രതിരോധ യൂണിയൻ സൃഷ്ടിക്കാൻ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങളോട് ആവശ്യപ്പെട്ടിരുന്നു. ബ്ലോക്കിന്റെ സൈനിക വ്യവസായിക സമുച്ചയത്തിനായിട്ട് 800 ബില്യൺ യൂറോ വരെ കടവും നികുതി ഇളവും സമാഹരിക്കുന്നതിനുള്ള റീ ആം യൂറോപ്പ് എന്നറിയപ്പെടുന്ന ഒരു പദ്ധതിയും യൂറോപ്യൻ യൂണിയൻ പിന്തുണച്ചിട്ടുണ്ട്.